اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. لا يحب الله الجهر بالسوء من القول إلا من ظلم وكان الله سميعا عليما. وعن أبي هريرة رضي الله عنه قال: النبي صلى الله عليه وسلم قال: المؤمن ومن كان يؤمن بالله واليوم الآخر فليقل خيرا أو ليسكت. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികൾ, അല്ലാഹു തആല നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം എല്ലാവരും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാവരുമായി ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു, അല്ലെങ്കിൽ സംസാരിക്കുന്നു. ഇതിൽ തമാശകളുണ്ട്, അല്ലെങ്കിൽ മറ്റു പല സംസാരങ്ങളുമുണ്ട്. എന്നാൽ ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ നാം ഓരോ സംസാരങ്ങളും അത് അള്ളാഹുവിൻ്റെ പ്രീതി ലക്ഷ്യമാക്കിയതാണോ, അല്ലെങ്കിൽ അത് നാം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണോ സംസാരിക്കുന്നത് എന്ന് നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു തആല ഖുർആനിൽ പല ഭാഗങ്ങളിലും നീ സംസാരിക്കൂ, അല്ലെങ്കിൽ അവരോട് സംസാരിക്കൂ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അവസാനം പറയുന്നത് ഖൗലൻ സദീദ, അല്ലെങ്കിൽ ഖൗലൻ മഅറൂഫ, മാന്യമായ രീതിയിലുള്ള സംസാരം, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സംസാരം. അങ്ങനെ ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള നല്ല സംസാരമായിരിക്കണം ഒരു സത്യവിശ്വാസി മറ്റുള്ളവരോട് സംസാരിക്കേണ്ടത്. അല്ലാഹു തആല സൂറത്തുൻ നിസായിൽ പറയുന്നുണ്ട്: ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗലി ഇല്ലാ മൻ ളുലിം. നീചമായ സംസാരം, അത് പരസ്യമായി നീചമായ സംസാരം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഈ നീചമായ സംസാരം എന്ന് പറയുമ്പോൾ അതിൽ കളവ് പറയൽ, അല്ലെങ്കിൽ പരദൂഷണം, ഏഷണി, അപവാദം, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അതിൽപ്പെടും. പ്രധാനമായും പരദൂഷണം പറയൽ, അല്ലെങ്കിൽ ഗീബത്ത് എന്ന് പറയുമ്പോൾ ഒരാളുടെ കുറവ്, ഒന്നുകിൽ അയാളിലുള്ളതോ അല്ലെങ്കിൽ ഇല്ലാത്തതായ കുറവിനെ പറഞ്ഞിങ്ങനെ പരിഹസിക്കുക. ഖുർആനെ വിശേഷിപ്പിച്ചതെന്ന് പറഞ്ഞാൽ വലാ യഗ്തബ് ബഅദുകും ബഅദ, നിങ്ങൾ പരസ്പരം പരദൂഷണം പറയരുത്. പിന്നെ പറയുന്നത് അയ്യുഹിബ്ബ അഹദുകും അയ്യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമു, നിങ്ങളുടെ സഹോദരൻ്റെ മരിച്ച മാംസം ഉണ്ടല്ലോ, അതിനെ ഭക്ഷിക്കാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? അതായത് നിങ്ങൾ ഒരാളെ പരദൂഷണം പറയുമ്പോൾ അവൻ്റെ മാംസം കഴിക്കുന്നത് പോലെയാണ്, അയാളെ പിച്ച് ചീന്തുന്നത് പോലെയാണ്. ചില ആളുകൾ പറയും കത്തി കൊണ്ട് കുത്തുന്നതിനെക്കാട്ടി ആഴമുള്ളതാണ് വാക്കുകൊണ്ട് കുത്തുന്നത്. അതായത് കത്തി കൊണ്ട് കുത്തുമ്പോൾ അതിൻ്റെ മുറിവ് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് ഉണങ്ങും, പക്ഷേ വാക്കുകൊണ്ടുള്ളത് ഒരുപാട് നാളിങ്ങനെ മനസ്സിൽ കിടക്കും. അതുകൊണ്ട് നാം ഓരോരുത്തരും സംസാരിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ, അവൻ്റെ മനസ്സിനെ വേദനിപ്പിക്കാത്ത രീതിയിലായിരിക്കണം സംസാരിക്കേണ്ടത്. ഒരു ഹദീസിൽ കാണാൻ കഴിയും: മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറ. ആരെങ്കിലും അള്ളാഹുവിലും പരലോകത്തും വിശ്വസിക്കുക, അതായത് ഒരുവൻ വിശ്വാസിയാണെങ്കിൽ അവൻ നല്ല കാര്യങ്ങൾ പറയട്ടെ എന്നാണ്, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ. അതായത് ആരെങ്കിലും സംസാരിക്കുന്നതിന് നല്ല കാര്യം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അവൻ സംസാരിക്കേണ്ടെന്നാണ് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അപവാദം പറയാൻ പാടില്ല. അപവാദം എന്ന് പറയുമ്പോൾ ഒരാളില്ലാത്തൊരു സംഗതി അത് അവൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുക എന്നതാണ്. ഒരു ഹദീസ് കാണാൻ കഴിയും: ഒരു ഭാവന ഉണ്ടാകുന്നത് പോലും കളവെന്നാണ് കാണാൻ കഴിയുന്നത്. അതായത് ഇയ്യാക്കും ഉള്ളൻ ഫൈനല്ലൻ അക്ലബുൽ ഹദീസ്. ഒരാൾ ഇപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തോന്നി അവനെന്തോ ഒരു തെറ്റായ പ്രവൃത്തിയിലേക്ക് പോകുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു നടക്കാം, ഇതൊരു അപവാദമാണ്. അങ്ങനെ ചിന്തിക്കുന്ന ആ ഒരു ചിന്ത പോലെ ഉണ്ടാകരുതെന്നാണ് ഹദീസിൽ കാണാൻ കഴിയുന്നത്.
അത്രത്തോളം നമ്മൾ സൂക്ഷ്മത പാലിക്കണം സംസാരത്തിൻ്റെ കാര്യത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൈ യൽമല്ലി മാ ബൈന ലഹ്യിഹി വമാ ബൈന റിജ്ലിഹി അൽമല്ലഹുൽ ജന്ന. രണ്ട് താടികൾക്കിടയിലുള്ളതും രണ്ട് കാലുകൾക്കിടയിലുമുള്ള ഒരു അവയവം, ആ രണ്ട് അവയവങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം ഉറപ്പ് നൽകാം. അതായത് നാവും നമ്മുടെ ഗുഹ്യാവയവവും. അപ്പോൾ ഓരോ സംസാരങ്ങളും നമ്മൾ സൂക്ഷ്മതയോടെ ചെയ്യണം. അപ്പോൾ നാം എല്ലാവരും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവർ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ സംസാരിക്കണമെന്നും ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.